ഹായ്, എല്ലാവർക്കും നിംഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ചാമുണ്ഡി ഹിൽസിൻ്റെയും അതുപോലെ മൈസൂർ പാലസിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടു. ഇന്ന് നമ്മൾ മൈസൂർ ചാമരാജേന്ദ്ര സുവോളജിക്കൽ പാർക്കിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തു. അഡൽസിന് 100 രൂപയും 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് ഫെയർ ആയിട്ട് വരുന്നത് കേട്ടോ. ഇവിടെ സെൽഫി സ്റ്റിക്ക് അതുപോലുള്ള കാര്യങ്ങളൊന്നും അനുവദിക്കില്ല എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഗിംബിൽ അതുപോലുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആനിമൽസിന് എന്തെങ്കിലും അത് വെച്ച് തോണ്ടേ അങ്ങനെ എന്തെങ്കിലും ഉള്ളത് കൊണ്ടൊക്കെ ആയിരിക്കാം അത് അലോ ചെയ്യില്ല എന്ന് പറയുന്നത്. ഞങ്ങളപ്പോൾ ബഗ്ഗിയിലായിരുന്നു കേട്ടോ സൂ ചുറ്റി കാണുന്നത്. കാരണം ഇത്രയധികം ഏക്കേഴ്സിലുള്ള സൂ ആയതുകൊണ്ട് തന്നെ നടന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റില്ല, അതിനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സൂ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ 6ാമത്തെ ഏറ്റവും വലിയൊരു സൂ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂ വരുന്നത് ചെന്നൈയിൽ വണ്ടല്ലൂരിലുള്ള അരിഗ്ന അണ്ണ സുവോളജിക്കൽ പാർക്കാണ്. അപ്പോൾ ഇതാണെങ്കിലും അത്യാവശ്യം നല്ല വലിയ സൂ ആണ് കേട്ടോ. അപ്പോൾ ബഗ്ഗി എന്ന് പറയുമ്പോൾ ബാറ്ററി ഓപ്പറേറ്റഡ് വെഹിക്കിൾസ് ആണ്. അപ്പോൾ മെയിനായിട്ടുള്ള സ്ഥലത്ത് മാത്രം ഒരു സ്റ്റോപ്പ് ചെയ്യുള്ളൂ, 5 മിനിറ്റ് 2 മിനിറ്റ് അങ്ങനെയൊക്കെ. ബാക്കിയൊക്കെ നമ്മൾ ആ ഒരു വണ്ടിയിൽ ഇരുന്ന് കൊണ്ടുള്ള കാഴ്ചകളാണ് കൂടുതൽ ഇതുപോലെ കാണുന്നത്. അപ്പോൾ അവിടെ കാണുന്നത് ഓറാങ്കുട്ടനാണ്, പിന്നെ ഈ ഒരു കാണുന്നത് ചീറ്റയാണ്. അപ്പോൾ ഈ ഒരു ബഗ്ഗിയുടെ ഡ്രൈവർ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, കാണിച്ചു തരുന്നൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത് ഇന്ന ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞ്. ശരിക്കും പറഞ്ഞാൽ നടന്നു പോകണതാണ് എപ്പോഴും നല്ലത്. പക്ഷേ ഇത് സമയമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങളിങ്ങനെ ബാറ്ററി ഓപ്പറേറ്റഡ് വെഹിക്കിൾസ് ഓപ്റ്റ് ചെയ്തത്. ഇത് റൈനോയാണ്, റൈനോസേഴ്സ് ഹിപ്പോപ്പൊട്ടാമസിൻ്റെ പോലെ. പക്ഷേ അതിൻ്റെ ഫ്രണ്ടിൽ കണ്ടോ ഒരു ഇങ്ങനെ ഹോൺ അല്ലെങ്കിൽ ഒരു കൊമ്പ് പോലെ ഒരു സംഭവം കണ്ടോ. 158 ഏക്കേഴ്സിൽ വ്യാപിച്ചു കിടക്കണ നല്ല വലിയൊരു സൂ തന്നെയാണ് ഇത്. പിന്നെ ഇവിടെ ബെയറാണ്, കരടി, പിന്നെ മാനുകളുടെ കൂട്ടം. അതുപോലെ ഇത് വരുന്നത് ഹൈനയാണ്, കഴുതപ്പുലി. അപ്പോൾ പല സ്ഥലങ്ങളിലും നെറ്റ് ഗ്ലാസ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ പലയിടത്തും അത്രയ്ക്ക് അങ്ങോട്ട് വിസിബിൾ അല്ല. നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഓക്കെയാണ്, പക്ഷെ നമ്മൾ ക്യാമറയിലൂടെ കാണുമ്പോൾ ആ ഒരു അത്രയ്ക്കൊരു വിസിബിൾ അല്ല. ഇത് കണ്ടോ ചെറിയൊരു മൗസ് ഡിയറാണിത്. പിന്നെ ഇവിടെയാണെങ്കിൽ നമുക്ക് മൃഗങ്ങളെ അതായത് അഡോപ്റ്റ് ചെയ്യാം, ദത്തെടുക്കാൻ പറ്റും. ദത്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനുള്ള ഓപ്ഷനോ അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് അവരുടെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ പേര് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട് പലരും, അഡോപ്റ്റ് ചെയ്ത ആനിമൽസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ബൈസനാണ്, അതായത് നമ്മുടെ കാട്ടുപോത്തുണ്ടല്ലോ അത്. ഇത് നമ്മുടെ ഇന്ത്യൻ ആനയാണ്. ഇവിടെ അടുത്ത് തന്നെ നമുക്ക് ആഫ്രിക്കൻ ആനകളെയും കാണാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ ഈ കാട്ടുപോത്തൊക്കെ എന്താ സൈസ് അല്ലേ. ഈ കാണുന്നതാണ് ആഫ്രിക്കൻ ആനകൾ. അതിൽ ഒരു ആന കണ്ടോ, ഈ കാണുന്ന ആന 32 or 35 വർഷം പഴക്കമുള്ളതാണ്. പഴക്കം മീൻസ് അത്രയും വയസ്സുള്ളതാണ്. മറ്റേ ആന വളരെ ചെറുതായിരുന്നു. അപ്പോൾ അത് ചൂടെടുക്കുന്ന കാരണമാണെന്നുകൊണ്ട് മണ്ണൊക്കെ വാരി മുകളിലേക്ക് ഇങ്ങനെ ഇടുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നത് മീർ ക്യാറ്റാണ്. ഇതിൻ്റെ ഒരു നിൽഫ് കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ടല്ലോ, ഒരുപാട് ഇങ്ങനെ കാണുന്നുണ്ട്. അതും ഗ്ലാസിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റിയിട്ട്. കുറേ സമയം ഇങ്ങനെ അതുപോലെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വളരെ ചെറുതാണ്, അത്ര ഒരുപാട് വലിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ എനിക്ക് നല്ലൊരു എന്താ പറയുക, നല്ല അടിപൊളിയായിട്ട് തന്നെ തോന്നിയിട്ടാ. പിന്നെ ഇത് നമ്മുടെ ഹിപ്പോപ്പൊട്ടാമസ് ആണ്, വെള്ളം കുടിക്കുക എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. പിന്നെ നമുക്ക് എന്താ പറയുക, ഇവിടെ മാനുകളുടെ വേറെ പല വകഭേദങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. സാമ്പാർ ഡിയർ, അതുപോലെ റെയിൻ ഡിയർ, എന്താ പറയുക കലമാൻ, പുള്ളിമാൻ, അങ്ങനെ പല വെറൈറ്റി മാനുകളുണ്ടല്ലോ. അങ്ങനെ ഒരുപാട് മാനുകളെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാകും. മാനുകൾ എനിക്ക് തോന്നുന്നു എല്ലാ സൂവിലും ഒരുപാടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഈ മാനുകളാണല്ലോ. ഇനിയിപ്പോൾ സ്നേക്കുകളുടെ, പാമ്പുകളുടെ ഏരിയയാണ്. പാമ്പുകളുടെ ഏരിയ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, കാണാനൊന്നും അത്രയ്ക്കൊരു കൗതുകം അങ്ങനെയൊന്നും തോന്നുന്നൊരു ഏരിയ അല്ല. പക്ഷെ എന്നാലും വന്നതല്ലേ എന്ന് വിചാരിച്ച് ഒന്ന് കണ്ടതാണ് കേട്ടോ. കണ്ടില്ലേ പാമ്പുകളൊക്കെ ഇങ്ങനെ ഒരുപാട് പാമ്പുകളെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് മറ്റേ പച്ച കളറിലുള്ള പച്ചിലി പാമ്പ് എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവമാണ്. മരത്തിൻ്റെ തടിമേലും ഒക്കെ ഇരിക്കുന്നുണ്ട് വലിയ വലിയ പാമ്പുകളെയും ഒക്കെ നമുക്കിവിടെ കാണാം. പാമ്പുകളും ഗ്ലാസിൻ്റെ ഉള്ളിലൊക്കെ തന്നെയാണ് കാണുന്നത് കേട്ടോ. ഞങ്ങളിവിടെ മുന്നും ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് മൈസൂർ സൂവിൽ. ആദ്യമായിട്ട് വരണതൊന്നുമല്ല, സൂ പൊതുവേ ഇങ്ങനെ വരാറുണ്ട്. ഇപ്പോൾ ഈ ഒരു മൈസൂർ ട്രിപ്പിൽ പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് സൂ വന്നത്. പക്ഷെ ഞങ്ങൾക്കും പൊതുവേ ഇഷ്ടമാണ്, ആനിമൽസിനെ കാണാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ പാമ്പുകളുടെ ആ ഒരു ഏരിയ എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടമില്ല. ബാക്കി മൃഗങ്ങളെയൊക്കെ കാണാൻ പൊതുവെ ഇഷ്ടമാണ്. ഇവിടെ ഇപ്പോൾ ബാംഗ്ലൂരാണെങ്കിലും ബനാർഘട്ട നാഷണൽ പാർക്കിൽ ഇടയ്ക്കിടയ്ക്ക് പോണൊരു സൂ തന്നെയാണ്. ഇത് ഇഗ്വാനയാണ് കേട്ടോ.
പിന്നെ നമ്മുടെ മുതലകളുടെ ഏരിയയിൽ ഒരുപാട് വെറൈറ്റി മുതലകൾ നമുക്ക് കാണാം. നല്ല ഫാറ്റി ആയിട്ടുള്ള മുതലകളും പിന്നെ അതിൻ്റെ ഒരു വായയുടെ ഭാഗം കൂർത്ത അങ്ങനത്തെ മുതലകളിൽ എനിക്ക് തോന്നുന്നു വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയൻസും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കൂടുതൽ അപകടകരമായിട്ടുള്ള മുതലകളും അല്ലെങ്കിൽ വലിയ പ്രശ്നക്കാരല്ലാത്തവരും ഒക്കെ ഉണ്ട്. മിക്കവാറും മുതലകളൊക്കെ ഇങ്ങനെ ഉറങ്ങുകയാണ് കാണുന്നത് കേട്ടോ. പിന്നെ ഇത് ബേഡ്സിൻ്റെ ഒരു സെക്ഷനാണ്, പക്ഷികളുടെ ഏരിയ. ഇവിടെ സ്വാൻ, പെലിക്കൻ, പല വെറൈറ്റിയിലുള്ള ക്രെയിൻസ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളവും പക്ഷികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള മരങ്ങളും ഒക്കെ കാണാം. പക്ഷികളുടെ ഏരിയയിലേക്കൊക്കെ വരുമ്പോൾ ഒരു മീനിൻ്റെ ഒക്കെ ഒരു മണം ചില ഏരിയയിലൊക്കെ നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മീൻ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടായിരിക്കാം അങ്ങനെ ഒരു മണം ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് സമയമൊക്കെ അങ്ങനെ നടന്നു. എന്താ പറയുക, ഇവിടെ കണ്ടോ ചങ്ങലകൾ ഇതുപോലെ ഇട്ടിരിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു പക്ഷികൾ പുറത്തേക്ക് പറന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു ചങ്ങലകൾ പോലെയുള്ള കാര്യങ്ങൾ ഇട്ടിരിക്കുന്നത്. പക്ഷെ പല സൂയിലും നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ മാനിനെ വരെ കണ്ടിട്ടുണ്ട് പുറത്ത്. അതായത് പുറത്തേക്ക് അബദ്ധവശാൽ ഇപ്പോൾ ഭക്ഷണം കൊടുക്കാനോ അങ്ങനെയൊക്കെ പോകുമ്പോൾ പുറത്തേക്ക് ചാടിയിട്ടുള്ള മാനുകളെ, പല ബേഡ്സിനെയും ഒക്കെ കാണാറുണ്ട്. അപ്പോൾ അതേ ഈ ഒരു മുതലേക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ അതിൻ്റെ കൂട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നത് കണ്ടോ. മീനാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു മുതലേക്ക്. ഇത് വേണമെങ്കിൽ അത്ര അപകടകരമായിട്ടുള്ള മുതലേ ആയിരിക്കില്ല അല്ലേ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കയറണമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറസ് അല്ലേ. അപ്പോൾ അതിൻ്റെ ലൈഫ് സ്പാൻ, അതുപോലെ വെയിറ്റ് കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ മൃഗങ്ങളുടെയും അതുപോലെ മിക്കവാറും മൃഗങ്ങളുടെയൊക്കെ അതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ കണ്ടതാണ് കേട്ടോ ഒരു ബ്ലാക്ക് സ്വാൻ വരുന്നത്. പിന്നെ ജിറാഫുകളുടെ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ 2 ഡിഫറെൻറ്റ്, ഒരു ഡാർക്ക് ബ്രൗൺ കളറിലുള്ള ജിറാഫും ഉണ്ട്, പിന്നെ സാധാരണ നമ്മൾ കാണുന്ന ഒരു ജിറാഫിൻ്റെ ഒരു കാറ്റഗറി ഉണ്ട്. പിന്നെ ഇത് ബേഡ്സിൻ്റെ ഏരിയയാണ്. ബേഡ്സിൻ്റെ ഏരിയയിലും ഒരുപാട് പക്ഷികൾ നമുക്ക് കാണാൻ പറ്റും. വേഴാമ്പലൊക്കെ നല്ല വലിപ്പത്തിലുള്ള വേഴാമ്പലുകൾ, പല പാരറ്റ്സിൻ്റെ വെറൈറ്റീസ്, അതുപോലെ മക്കാവോ, അതുപോലെയുള്ള പല സംഭവങ്ങൾ നമുക്ക്. മക്കാവൊക്കെ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ടുള്ള ആനിമൽസ്, ഇപ്പോൾ ടൈഗർ, അങ്ങനത്തെ പല കാര്യങ്ങളും കുറച്ച് ദൂരത്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റണത്. ഇതേ ടൈഗർ കണ്ടല്ലോ, ബംഗാൾ ടൈഗറും ഉണ്ട്, വൈറ്റ് ടൈഗറും ഉണ്ട്. വൈറ്റ് ടൈഗർ നടക്കണുണ്ടോ? അപ്പോൾ തൊട്ടടുത്ത് അങ്ങനെയല്ല നമുക്ക് കാണാൻ പറ്റണത്. പിന്നെ നമ്മുടെ കാട്ടിലെ രാജാവ് അവിടെ കിടക്കുന്നു, സിംഹം കിടക്കുന്നുണ്ട്. അതുപോലെ ഉള്ള കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ ഒരു ഡബിൾ ഡെക്കർ ബസ്സിൽ കയറണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വൈകിട്ട് ചാറ്റ്സ് കാര്യങ്ങൾ, സാൻഡ്വിച്ച് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പം ആദ്യം ഞങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് കയറി. അപ്പോൾ അത്യാവശ്യം നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അങ്ങനെ വന്നതായിരുന്നു കേട്ടോ. രാവിലെ കഴിച്ച സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കൊള്ളാമായിരുന്നു. അപ്പോൾ ശരിക്കും ഒരു ബസ് വാങ്ങിച്ചിട്ട് ഈ ഒരു രീതിയിൽ മോഡിഫൈ ചെയ്തിരിക്കുന്നതാണെന്നാണ് പറഞ്ഞത് കേട്ടോ ഈ ഒരു സംഭവം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സീറ്റ് കാര്യങ്ങൾ, ടേബിൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പിന്നെ വേഗം തിരിച്ചു പോകണം. അത് കാരണം ഈ മൈസൂർ പാലസിലത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങൾ കാണാനൊന്നും വേണ്ടിയിട്ട്, ആ ഒരു ഷോ കാണാനൊന്നും നിൽക്കുന്നില്ല. ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു പോകാമെന്നുള്ളൊരു കാൽക്കുലേഷനിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തൊന്ന് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ചാറ്റ്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ ദഹി പൂരിയാണ് കേട്ടോ. അപ്പോൾ ദഹി പൂരി പല സ്ഥലങ്ങളിൽ നിന്ന് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത് ഭയങ്കര കിടുവായിട്ട് എനിക്ക് തോന്നി. അതായത് ബൂന്തിയൊക്കെ ഇട്ടിട്ടുണ്ട്, ബൂന്തി, സവാള, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബൂന്തി നല്ല സ്പൈസി ആയിട്ടുള്ള ബൂന്തിയാണ്. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ എനിക്ക് ഈ ഒരു ദഹി പൂരി തോന്നി കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ തോന്നി. ഇതിലൊഴിച്ചിരിക്കുന്ന ആ ഒരു തൈര് നല്ല മധുരമുള്ളതും അതിൻ്റെ കൂടെ സ്പൈസി ആയിട്ടുള്ള ബൂന്തിയും ഒക്കെ വരുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിട്ട് തന്നെ തോന്നി. പിന്നെ ലസ്സി, ലെമൺ ജ്യൂസ്, അങ്ങനെ ജ്യൂസുകൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്കി ഐറ്റംസ് ഓർഡർ ചെയ്തത് വരുന്നതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ സാൻഡ്വിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മോനായിരുന്നു സാൻഡ്വിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചീസ് ഗ്രിൽഡ് സാൻഡ്വിച്ച് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് തോന്നി. പിന്നെ ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു എന്താ പറയുക പോരായ്മ എനിക്ക് തോന്നിയത് എല്ലാം വെജിറ്റേറിയൻ ആയിരുന്നു. പ്രത്യേകിച്ച് നോൺ വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുന്നവർക്ക് വെജിറ്റേറിയൻ ഫുഡ് ആകുമ്പോൾ എന്താ പറയുക ഒന്നും കൂടി നോൺ വെജിറ്റേറിയൻ ആയിരിക്കില്ല കൂടുതൽ ഇഷ്ടപ്പെടുക. അപ്പോൾ സാൻഡ്വിച്ചും നല്ല കിടുവായിട്ട് തന്നെ തോന്നി കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ബർഗർ ആണെങ്കിലും അടിപൊളി തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ ചില്ലി ഗോബി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഡിപ്പൊക്കെ കൂട്ടി ആ ഒരു വെജ് സാൻഡ്വിച്ചൊക്കെ കഴിച്ചപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. അതുപോലെ
നമ്മുടെ പിന്നെ ലസ്സി ആണെങ്കിലും നന്നായിട്ട് തന്നെ തോന്നി കേട്ടോ. പിന്നെ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് വരാനുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ അത്ര ഹെവി ആയിട്ടൊന്നും കഴിച്ചില്ല. ആവശ്യത്തിനുള്ള ഭക്ഷണം അങ്ങനെ മാത്രമാണ് കഴിച്ചത്. ചില്ലി ഗോപിയും വന്നു കേട്ടോ. ചില്ലി ഗോപിയും എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ അടുത്ത കാലത്ത് കഴിച്ചതിൽ വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ഗോപിയായിട്ട് തന്നെ ഫീൽ ചെയ്തു. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഫ്രഞ്ച് ഫ്രൈസ്, അതുപോലെ ഐസ്ക്രീം, കുട്ടികൾക്ക് ഐസ്ക്രീം അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു വിധത്തിലാണിത് കഴിച്ച് തീർത്തത്. അങ്ങനെ ഈ ഒരു മൈസൂർ വ്ളോഗ് ഇവിടെ അങ്ങനെ അവസാനിക്കുന്നുണ്ട് കേട്ടോ. 3 വീഡിയോ ആയിട്ടായിരുന്നു, 3 പാർട്ടായിട്ടായിരുന്നു ഞാനിത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കുക. അതിനുശേഷം ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നല്ല റെസിപ്പി ആയിട്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ടോ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.